യൂസ്വലായിട്ട് എടുത്തൊരു തീരുമാനം കുഞ്ഞിനെ കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അത്രയും കെയറിങ് ആയിട്ട് നിന്ന ഒരാൾ എൻ്റെ വീട്ടിൽ നിന്നാലും എൻ്റെ ഇവിടുന്ന് പറയുമ്പോഴാലും നിങ്ങൾ എൻ്റെ വീട്ടുകാരത് പറയുന്നത് അതെങ്ങനെയെങ്കിലും അതിനെ കൊല്ലാൻ നോക്ക്, ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്ക് എന്ന്. എനിക്കിവിടെ സംശയം, അതായത് നമുക്ക് ഈ കുഞ്ഞിനെ വേണം, അതായത് ഇവൾ ഇങ്ങനെ ഷോക്ക്ഡായി എന്ന് പറയുന്നു, എനിക്ക് കുഞ്ഞിനെ വേണമെന്ന് പിന്നെ പറയുന്നു. അതിനുശേഷം ഇവൻ ലണ്ടനിൽ നിന്നോ എവിടെ നിന്നൊക്കെ കുറെ മരുന്നുകൾ വാങ്ങിച്ചുകൊണ്ട് ഇവൾക്ക് കൊടുക്കുന്നു കുഞ്ഞിന്റെ ആരോഗ്യത്തിന് വേണ്ടി എന്നിട്ട് പറഞ്ഞു. അതേസമയം സജിനയുടെ ഉമ്മയെടുത്ത് വിളിച്ചു പറഞ്ഞ ഈ കുഞ്ഞിനെ വേണ്ടി കൂട്ടുകാരെയൊക്കെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട്, കാരണം ഇവൾ ഓൾറെഡി പറഞ്ഞ റെക്കോർഡുകളൊക്കെ അവരുടെ കയ്യിലൊക്കെ ഉണ്ട്, കൊല്ലാൻ ആസൂത്രണം ചെയ്യുന്നതും പൈസ മതിയെന്ന് പറയുന്നത്. നമസ്കാരം. ഇന്നലെ ഫിറോസ് ഖാൻ പുറത്തുവിട്ട ഒരു ഓഡിയോ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഏതാണ്ടൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷെ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയ 2 ക്രിമിനൽ ഒഫൻസുകൾ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു കൊലപാതക ശ്രമം, 2 പേരുടെ ഭാഗത്തു നിന്നും ഒരു കൊലപാതക ശ്രമം അതിനകത്തുണ്ട്. ഒന്നാമത്തത് റസൂൽ പൂക്കുറ്റി സജിനയുടെ കുഞ്ഞിനെ, അല്ലെങ്കിൽ താൻ വഴി ഉണ്ടായ സജിനയുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കളയാൻ വേണ്ടിയിട്ട് ശ്രമിക്കില്ല, കൊല്ലണം, ആ കുഞ്ഞിനെ തീർക്കണം എന്ന് റസൂൽ പൂക്കുറ്റി പറയുന്ന ഒരു സാധനം. 2, സജിന റസൂൽ പൂക്കുറ്റിയുടെ ഭാര്യയെ എന്താണ് തീർക്കാൻ വേണ്ടിയിട്ട്, അവർ ചത്തുപോയാൽ മതി, അത് ഈ പറയുന്ന അവരുടെ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുന്നത് ഒരു സാധനം. ഇത് 2ഉം അതിൽ ഒരു സംഭവം, അതിൽ ഞാൻ ആദ്യം പറഞ്ഞ സംഭവം നടന്നോ എന്നെനിക്ക് ഡൗട്ട് ഉണ്ട് എന്നുള്ളതാണ്. അതിനൊരു നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്ന കുറച്ച് സംശയങ്ങളുമാണ്. അതായത് ആദ്യം പറഞ്ഞ സംഭവം എന്താണ്, സജിനയുടെ സജിനയുടെ അതായത് ഈ റസൂൽ പൂക്കുറ്റിയുമായിട്ട് ഉണ്ടായ സജിന ഗർഭിണിയാണല്ലോ, ആ കുഞ്ഞിനെ കൊല്ലണം, ആ കുഞ്ഞിനെ തീർക്കണമെന്ന് റസൂൽ പൂക്കുറ്റി പലയിടത്ത് സജിനയുടെ ഉമ്മയെടുത്ത് വരെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ആ സംഭവം നടന്നോ എനിക്ക് ഡൗട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഡൗട്ട് വരാനുള്ള കാരണങ്ങളും കൂടി ഞാനിവിടെ പറയാം. ആദ്യം നമുക്ക് ആ ഒരു വോയിസ് കേൾക്കാം. പിന്നെ നിങ്ങളെ കുഞ്ഞ് രണ്ടാമത് കുഞ്ഞുണ്ടായത് ആദ്യം ഒരു കുഞ്ഞിനുണ്ടാക്കി എനിക്ക് അബോട്ട് ചെയ്ത് തന്നു, അബോട്ട് ചെയ്ത് ഞാൻ അത് അബോട്ട് ചെയ്ത് കളഞ്ഞു. രണ്ടാമത് ഈ പൂർണ്ണമായപ്പം അത് 2 മാസം കഴിഞ്ഞപ്പോൾ പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും, നിങ്ങൾ എനിക്ക് മെഡിസിൻ മേടിച്ചും തരാൻ തുടങ്ങിയതും, എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ളൊരു തീരുമാനം നമ്മൾ മ്യൂസിലെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളൊരു കുഞ്ഞിനെ ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ്, ഒരു പ്രാവശ്യം ഉള്ളൂ ഞാനൊന്ന് ഇക്കാനടുത്ത് ബലമായി പീഡിപ്പിച്ച് എനിക്ക് ഇക്കാനെ വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് ഞാൻ ഇക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇതൊന്നും അല്ല, ഇതിന് ഓക്കെ. ഇത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കാനുള്ള കേസ്, ഇതിനകത്ത് അവർ പറയുന്ന ആദ്യത്തെ കൊച്ച് അബോട്ടായി പോയി. ഓക്കെ. രണ്ടാമത്തെ ഇവള് ഗർഭിണിയാണെന്ന് പറഞ്ഞുകൊണ്ട്, സജ്ജന ഗർഭിണിയാണെന്ന് പറഞ്ഞു 2 മാസം മുമ്പ് ഒരു ഇതിട്ടല്ലോ, എന്തോന്ന് ഒരു പോസ്റ്റ് ഇട്ടല്ലോ. ആ സമയത്ത് എന്താണ് ഈ പോസ്റ്റ് ഇടുന്നു, അതിനുശേഷം ഇവർ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു. അതായത് ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷം ഇവർ തമ്മിൽ രമ്യതയിലാകുന്നു. എന്നിട്ട് റസൂൽ പൂക്കുറ്റി പറയുന്നു എന്ന്, എനിക്ക് ആ കുഞ്ഞിനെ വേണം എന്ന് റസൂൽ പൂക്കുറ്റി ആരുടെ അടുത്ത് പറഞ്ഞു, സജിനെ അടുത്ത് പറയുന്നു. അതിനുശേഷം ലണ്ടനിൽ നിന്നോ അവിടെ നിന്നൊക്കെ ഈ കുഞ്ഞിനെ, നോട്ട് ദ പോയിന്റ്, എനിക്ക് ഇവിടെയാണ് സംശയം, കുഞ്ഞിന് എന്തൊക്കെ മരുന്ന് വാങ്ങിക്കൊണ്ട് കൊടുത്തു എന്ന് സജിന പറയുന്നുണ്ട്. ഓക്കെ. കുഞ്ഞെന്ത് ചെയ്തു, കുഞ്ഞിന് മരുന്ന് വാങ്ങിക്കൊണ്ട് കൊടുത്തു. പക്ഷെ എന്നിട്ട് ഈ കുഞ്ഞെന്ത് ചെയ്തു, അബോഷനായി പോകുന്നു. ഓക്കെ. ഇവിടെ ഡൗട്ടാണ്, ഒരു സാധാരണ ഒരു മനുഷ്യനുണ്ടാകുന്ന ഡൗട്ടാണ്. അതായത് കുഞ്ഞ് ഫസ്റ്റ് അബോട്ട് ചെയ്ത് കളയുന്നു, രണ്ടാമത് വീണ്ടും ഗർഭിണിയാവുന്ന ആ സമയത്ത് എനിക്ക് ഇവർ അപ്പോഴും ഉടക്കാണ്. ഈ ഉടക്കി നിൽക്കുന്ന സമയത്താണ് സജിന എന്ത് ചെയ്തു, ഈ പുള്ളിയെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത്. ഈ പോസ്റ്റ് ഇടുന്ന സമയത്ത് വീണ്ടും റസൂൽ പൂക്കുറ്റി സജിനയെ വിളിച്ച് രമ്യതയിലാകുന്നു, എനിക്ക് ഈ കുഞ്ഞിനെ വേണം, നമുക്ക് കുഞ്ഞിനെ വളർത്താം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ മരുന്നുകളും ലണ്ടനിൽ നിന്നും അവിടെ നിന്നൊക്കെ മരുന്നുകൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. പിന്നെ ഈ കുഞ്ഞ് വീണ്ടും അബോട്ട് ആകുന്നു. അതെങ്ങനെയെന്നുള്ളതാണ് ബാക്കി. എല്ലാവരും സംസാരിച്ച് ഇറങ്ങിപ്പോയതിനു ശേഷമാണ് നീ എന്നോട് ഈ കാര്യം പറയുന്നത്. മോനെ ഒന്ന് അവിടെ പോയിരുന്നേ. ഞാൻ അതിന് വലിയ ഷോക്കായിരുന്നു. വളരെ ഷോക്ക്ഡാ. എന്ത് നിങ്ങൾ കുഞ്ഞു പോയോണ്ടോ? നീ അങ്ങനെ അല്ലല്ല, നിങ്ങൾ കുഞ്ഞു പോയെന്നോ? അത് ഞാൻ ചോദിക്കട്ടെ, ഹാപ്പി കിട്ടാൻ വേണ്ടിട്ടോ, നിങ്ങൾ സന്തോഷിക്കാൻ വേണ്ടിട്ടോ? സങ്കടമല്ലല്ലോ എന്തായാലും വരാൻ പോകുന്നത് അതിനകത്ത്. ആ കുഞ്ഞു പോയെന്നുള്ള സങ്കടത്തില് റസൂൽ പൂക്കുറ്റി കിടന്ന് കരയല്ലല്ലോ ചെയ്യുന്നത്. ഇവിടെ റസൂൽ പൂക്കുറ്റി പറയുന്നത് എന്താണെന്ന് അറിയാം, എല്ലാവരും ആരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ പോയതിനു ശേഷമാണ് എൻ്റെ കുഞ്ഞ് അബോട്ടായി പോയി എന്ന് നീ എൻ്റെ അടുത്ത് പറയുന്നത്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കായി എന്ന് റസൂൽ പൂക്കുറ്റി പറയുന്നു. അപ്പൊ ഇവിടെ സജിന പറയുന്നു, അയ്യേ തന്നെയോ, നിങ്ങൾ ഷോക്ക്ഡായോ, നിങ്ങൾക്കപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നോ, അല്ലെ സോറി കൂടുതൽ സങ്കടമായിരുന്നു, ആ കുഞ്ഞ് നഷ്ടപ്പെട്ടതിൽ നിങ്ങൾക്ക് സങ്കടമായിരുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന സജിന
റസൂൽ പൂക്കുറ്റിയോട് ചോദിക്കുന്നത്. ബാക്കി കേൾക്കണേ. അതെന്തായാലും ഉണ്ടാവാൻ പോകുന്നില്ലല്ലോ അവിടെ. അതിന്റെ ഇടയ്ക്കും ഈ കുഞ്ഞ് പോകുന്നതിന്റെ ഇടയ്ക്കും ഞങ്ങൾ ചോദിച്ചത്, ഞാനും അന്നമ്മയും കൂടെ, ഈ കുഞ്ഞ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് വേണം. അപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു പക്ഷേ ഞാൻ അന്ന് പറഞ്ഞേനെ, അന്നേരവും നിങ്ങൾ അപ്പോഴെങ്കിലും നിങ്ങൾ പറഞ്ഞേനെ എന്ന് വിചാരിക്കുന്നത്. കാരണം എനിക്ക് മറ്റേ ലണ്ടനിൽ നിന്ന് UAE നിന്ന് എനിക്ക് മെഡിസിൻ എടുത്തുകൊണ്ട് വരുന്നു, കുഞ്ഞിന് കൊടുക്കാനുള്ള പ്രൊട്ടക്റ്റ് ചെയ്യുക, കുഞ്ഞിന് എത്രയും കെയറിങ് ആയിട്ട് ചെയ്യണം എന്നുള്ള സാധനങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മ്യൂച്വലായിട്ട് എടുത്തൊരു തീരുമാനം കുഞ്ഞിനെ കണ്ടിന്യൂ ചെയ്യുന്നു പറഞ്ഞതിന് ശേഷം അത്രയും കെയറിങ് ആയിട്ട് നിന്ന ഒരാൾ എൻ്റെ വീട്ടിൽ നിന്നാലും എൻ്റെ ഇവിടുന്ന് പറയുമ്പോഴാലും നിങ്ങൾ എൻ്റെ വീട്ടുകാരത് പറയുന്നത് അതെങ്ങനെയെങ്കിലും അതിനെ കൊല്ലാൻ നോക്ക്, ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്ക് എന്ന്. എനിക്കിവിടെ സംശയം, അതായത് നമുക്ക് ഈ കുഞ്ഞിനെ വേണം, അതായത് ഇവർ ഇങ്ങനെ ഷോക്ക്ഡായെന്ന് പറയുന്നു, എനിക്ക് കുഞ്ഞിനെ വേണമെന്ന് പിന്നെ പറയുന്നു. അതിനുശേഷം ഇവൻ ലണ്ടനിൽ നിന്നോ എവിടെ നിന്നൊക്കെ കുറെ മരുന്നുകൾ വാങ്ങിച്ചുകൊണ്ട് ഇവർക്ക് കൊടുക്കുന്നു കുഞ്ഞിന്റെ ആരോഗ്യത്തിന് വേണ്ടി എന്നിട്ട് പറഞ്ഞു. അതേസമയം സജിനയുടെ ഉമ്മയെടുത്ത് വിളിച്ചു പറഞ്ഞ് ഈ കുഞ്ഞിനെ ഇല്ലാതാക്കണം, ഈ കുഞ്ഞിനെ കൊന്നുകളയണം എന്ന് സജിനയുടെ ഉമ്മയുടെ ഉൾപ്പെടെ ഈ പറയുന്ന സജിനയുടെ കൂട്ടുകാരികളോട് അടക്കം ഈ റസൂൽ പൂക്കുറ്റി പറയുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ചിന്തിക്കാം, ഇവിടെ ഒരു സ്ഥലത്ത് സജിനയെടുത്ത് പറയുന്നതാണ് കുഞ്ഞിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണം എന്നിട്ട് പല മരുന്നുകളും വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നു, എന്നിട്ട് ഇപ്പുറത്ത് പറയുന്നത് കുഞ്ഞിനെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന കുഞ്ഞ് അബോട്ടായി പോവുകയും ചെയ്തു. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അന്നമ്മയെടുത്തും അന്നമ്മ ഇതുപോലെ സംസാരിച്ച സമയത്തും അന്നേരവും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇല്ല അന്നമ്മ എന്തായാലും ഇത്രയും തീരുമാനം ഞങ്ങൾ രണ്ടും തീരുമാനിച്ചെടുത്തല്ലേ, ആ കുഞ്ഞിനെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യാം എന്ന് നിങ്ങൾ പറഞ്ഞായിരുന്നെങ്കിൽ അന്ന് ഞാൻ ഇക്കാലത്ത് പറഞ്ഞേനെ, ഇത് പോയി എനിക്ക് ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തരണേ, എനിക്കൊരു കുഞ്ഞിനെ വേണം എന്ന് ഞാൻ പറഞ്ഞേനെ. പക്ഷേ നിങ്ങൾ എൻ്റെ അടുത്ത് കാണിക്കുന്ന അതുകൊണ്ട് ഈ കുഞ്ഞ് പോയി. മനസ്സിലായോ? ഇതിനകത്തൊരു ഒരു എന്താണ് പറയുക, നമുക്ക് അങ്ങോട്ട് ലോജിക് അല്ലാത്തൊരു സംഭവമാണ് സജിൻ ഇവിടെ പറയുന്നത്. അതായത് ഞാൻ വീണ്ടും ഗർഭിണിയാവെന്ന് പറയുന്നു, അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇവൻ ഷോക്ക്ഡായെന്ന് പറയുന്നു. ഷോക്ക്ഡായെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ എന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് സങ്കടമായിരുന്നായിരുന്നു, നിങ്ങൾക്ക് സന്തോഷമായിരുന്നില്ലേ പോയത്, എന്നിട്ട് സജിന എന്നെ പറയുന്നു എന്താണ്, ഇതിങ്ങനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ കുഞ്ഞിനെ വേണം വളർത്താം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലണ്ടനിൽ നിന്ന് അവിടെ എന്തൊക്കെ മരുന്നുകൾ വാങ്ങിച്ചു കൊടുത്തു എന്ന് പറയുന്നു. ഇവർക്ക് ഈ മരുന്ന് വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം ഇവർക്ക് ഈ പറയുന്ന കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്നു. ആ സമയത്ത് ഉമ്മേനെയും ഇവരുടെ കൂട്ടുകാരെയും വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും കുഞ്ഞിനെ കളയണം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു എന്നുള്ള. അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് സംശയിക്കാം ഈ മരുന്ന് എന്തിനുള്ളതാണ്, അങ്ങനെയാണോ ഈ കുഞ്ഞ് അബോർട്ട് ആയത് എന്ന് വരെ നമുക്ക് സംശയിക്കേണ്ടതായിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അമ്മയെടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഒരിടത്ത് മരുന്ന് വാങ്ങിച്ചു കൊടുക്കും മറ്റൊരു അമ്മയെടുത്ത് എങ്ങനെയെങ്കിലും കൊല്ലണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് സജിന എന്ത് ചെയ്തത്, ഈ ഒരു അബോർഷൻ ആയത് ആരെടുത്ത് പറഞ്ഞില്ല, റസൂൽ പൂക്കുറ്റി അടുത്ത് പറയാതെ വീണ്ടും ഇയാളെ വിളിച്ച് എന്താണ് ആ ഒരു അവസരങ്ങൾ ഉണ്ടാക്കി ഇയാളുമായിട്ട് ബന്ധപ്പെടുന്നു, പലതവണ ബന്ധപ്പെട്ട് വീണ്ടും ഗർഭിണിയാണെന്ന് പറയുന്നു, വീണ്ടും ഞാൻ ഗർഭം ഉണ്ടാക്കി എന്ന് പറയുന്നു. അതിനെനിക്ക് ഡൗട്ട് ഉണ്ടെന്ന് ഇന്നലെ പറഞ്ഞു. ആ ഒരു സ്ഥാനത്തിൽ വീണ്ടും പിന്നീട് സജിന ഗർഭിണിയാണ് എന്നുള്ളതിൽ എനിക്ക് ഡൗട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇത് ആദ്യത്തെ ഒരു സംശയമാണ്, അതൊരു ക്രിമിനൽ ഒഫൻസ് ആണ്. ഇത് ഇങ്ങനെ സംഭവിച്ചോ ഇല്ലോ എന്ന് എനിക്കറിയാം, എൻ്റെ ഒരു സ്വാഭാവിക സംശയമാണ്. എല്ലാവർക്കും ഇത് കേൾക്കുന്ന എല്ലാവർക്കും അങ്ങനെ ഒരു സംശയം തോന്നാം. ഓക്കെ, അടുത്ത ഇനി സജിന പറഞ്ഞ കേസാണ്. എനിക്ക് നിങ്ങളെ ഭാര്യയുടെ ഇത്രയും ദിവസവും ഞാൻ പറഞ്ഞ കണക്ക് ഷാദിത്തയുടെ കാര്യത്തിൽ ഞാനിട്ട് ഇങ്ങനെ പറയുന്നെങ്കിലും എൻ്റെ ഉള്ളിൽ ഒരു വിഷമമുണ്ട്. അത് അന്നമ്മയ്ക്കും അറിയാം, ദിയയ്ക്കും അറിയാം, അച്ചായനും അറിയാം. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയല്ല. ഇവരെ കൊല്ലാൻ വേണ്ടി ദേഷ്യപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവര് സത്താലും കുഴപ്പമില്ല, എനിക്കിത് മതി, എനിക്ക് പൈസ മതി എന്ന്. പൈസ മതിയായിരുന്നെങ്കിൽ ഇവർക്കും അറിയാം നല്ല രീതി നിങ്ങളുടെ കയ്യിലൊന്നുമില്ല എന്നുള്ളത്. ഓക്കെ, ഇതാണ് അടുത്ത എനിക്കൊരു പിന്നീട് ഒരു സംശയം. അതായത് ഈ സജിന പലരിടത്തായിട്ടും പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഈ റസൂൽ പൂക്കുറ്റിയുടെ ഭാര്യയെ മരിച്ചു കിട്ടിയാലേ കൊന്നാ മതി എന്നുള്ള രീതിയിൽ സംസാരിച്ചത് ഞാൻ ആ ദേഷ്യത്തിൽ പറഞ്ഞതാണ് എന്നാണ് ഇവിടെ സജിന പറയുന്നത്. അതായത് പാവം വയ്യാതെ കിടക്കുന്ന അവരെ എങ്ങനെയെങ്കിലും ഒതുക്കണം, മാറ്റണം, അതിനു വേണ്ടിയുള്ള പല ഗൂഢാലോചനകളും നടത്തി എന്നാണ് ഫിറോസ് ഖാൻ പറയുന്നത്. കേൾക്കാമേ? ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇവക്കറിയാം, കാരണം വെള്ള പൂശാനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് മറ്റവരെ കേൾപ്പിക്കാൻ വേണ്ടി, കൂട്ടുകാരെയൊക്കെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇവൾ ഓൾറെഡി പറഞ്ഞ റെക്കോർഡുകളൊക്കെ അവരുടെ കയ്യിലൊക്കെ ഉണ്ട്, കൊല്ലാൻ ആസൂത്രണം ചെയ്യുന്നതും പൈസ മതി എന്ന് പറയുന്നതും ഒക്കെ. കേട്ടോ, അതായത് സജിനയുടെ കൂട്ടുകാരികളുടെ കയ്യിൽ, കൂട്ടുകാരി ദിയാസന ഉൾപ്പെടുന്ന കൂട്ടുകാരി, ദിയാസന അതുകൊണ്ടാണ് സജിനയുമായിട്ട് അടിച്ചു പിരിഞ്ഞത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അതായത് സജിനയുടെ കൂട്ടുകാരികളുടെ കൈവശം ഈ റസൂൽ പൂക്കുറ്റിയുടെ ഭാര്യനെ ഒഴിവാക്കണം അല്ലെങ്കിൽ കൊല്ലാനുള്ള ഗൂഢാലോചന നടത്തിയതിന്റെ തെളിവുകൾ, അല്ലെങ്കിൽ അവരെടുത്ത് പറഞ്ഞതിന്റെ തെളിവുകൾ അവരയിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. എന്തോന്നടേ ഇത്? ബാക്കി
ഞാൻ പറഞ്ഞു അവർ ചത്താലും എനിക്ക് കുഴപ്പമില്ല. കാരണം ഞാൻ സ്വാഭാവികമായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സ്ട്രഗിൾ ചെയ്തത്. കാരണം ആ ഒരു ലേഡിക്ക് വയ്യാട്ടിരിക്കുന്നു, അവർക്ക് ഇതായതുകൊണ്ട് മാത്രമാണ് പലതും ഞാൻ എനിക്ക് വേണ്ടി ഞാൻ സ്ട്രഗിൾ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ ആ ദേഷ്യപ്പുറത്ത് നമ്മൾ തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ദേഷ്യപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം അത് ശരിയാണ്. ദിയ എന്നുള്ളൊരു വ്യക്തിക്ക്, സോഷ്യൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അത് ദേഷ്യം വരും, സ്വാഭാവികമാണ്. കാരണം അത് ഒരു ലേഡിയെ കുറിച്ച് പറയുമ്പോൾ മേ ബി ദേഷ്യം വന്നത് അതായിരിക്കും. അന്നമ്മയും ഞാനും മനസ്സിലായോ സംഭവത്തിന്റെ കിടപ്പ്? മനസ്സിലായി. അതുകൊണ്ടാണ് ദിയെ അടിച്ചു പിരിഞ്ഞത്. മനസ്സിലായോ? ദിയക്ക് ഇത് കേട്ടപ്പോൾ ദിയക്ക് പിടിച്ചില്ല. അതായത് രണ്ട് അവിഹിതങ്ങൾ, ഇതൊരു അവിഹിത ബന്ധങ്ങളാണ്, അവിഹിതമായി ചെയ്യുന്നു. റസൂൽ പൂക്കുറ്റി മറ്റേ ഇവരുടെ മകളെ ഗർഭാവസ്ഥയിലിരിക്കുന്ന കുഞ്ഞിനെ തീർക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നു. എവള് അവരുടെ ഭാര്യയെ തീർക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നു. അവിടെ ഫിറോസ് ഖാൻ പറഞ്ഞാണ്, ഞാൻ പറഞ്ഞില്ല, ഫിറോസ് ഖാൻ പറയുന്നത് എന്താണ്, ഇങ്ങനെ ഒരു സാധനം, ഇതിന്റെ തെളിവ് ഇവരുടെ ഫ്രണ്ട്സിന്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. എനിക്കിത് എങ്ങോട്ടേ ഇത് പോകുന്നത്? ഞാനിത് ആദ്യം ഇത് വലുതായിട്ട് മനസ്സിലാക്കിയില്ല, വലുതായിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ വീണ്ടും കേട്ടപ്പോഴാണ് ഇതിനകത്ത് ഇത്രയും വലിയൊരു ഗുരുതരമായിട്ടുള്ള ഒരു ക്രിമിനൽ ഒഫൻസ്, ഒരു ക്രിമിനൽ ഗൂഢാലോചന ഇതിനകത്ത് ഉണ്ടല്ലോ എന്ന് ഞാൻ തിരിച്ചറിയുന്നത്. അതുമല്ല ഇതിലൊരു ഒരു ഒരു സംഭവം നടന്നു കഴിഞ്ഞോ എന്നുള്ളതും എനിക്ക് ഡൗട്ടുണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് ഡൗട്ട് ചെയ്യാം. കാരണം ആദ്യത്തെ പിന്നെ രണ്ടാമത്തെ കുഞ്ഞ് സ്വാഭാവികമായിട്ട് അബോഷനായി പോയി എന്ന് സജിന പറയുന്നത് റസൂൽ പൂക്കുറ്റി വാങ്ങിച്ചു കൊടുത്ത ഗുളികകൾ കൊണ്ടാണോ എന്ന് സ്വാഭാവികമായിട്ടും ഏതൊരു അരിയാഹാരം കഴിക്കുന്നവന് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. അതുമല്ല ഇവിടെ എങ്ങനെയെങ്കിലും റസൂൽ, അതായത് പറയുന്നത് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇതുവരെ സഹിച്ചതെന്ന്. ഏത് റസൂൽ പൂക്കുറ്റിയുടെ വയ്യാതെ കിടക്കുന്ന അവർക്ക് വേണ്ടിയാണ് ഞാൻ സഹിച്ചതെന്ന്, ഞാൻ സ്ട്രഗിൾ ചെയ്തതെന്ന്. സ്വന്തം ഭർത്താവിനെ തട്ടിയെടുത്തിട്ട് പറയണേ ഞാൻ അവൾക്ക് വേണ്ടിയാണ് സ്ട്രഗിൾ ചെയ്തതെന്ന്. കഷ്ടം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കുടുംബാസൂത്രണം എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞൂടായിരുന്നു. ആ പ്രസവം ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ ഇതിന്റെ വല്ല പ്രശ്നം ഉണ്ടായിരുന്നു? ഇത്രയും ഈ കോലാഹലം നടക്കേണ്ട വല്ല ആവശ്യമുണ്ടെന്ന്? ഇതിപ്പം മാസം തോറും ഗർഭിണിയാവുന്ന പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മാസം തോറും അവൻ അങ്ങേർക്ക് 10-60 വയസ്സായെന്ന് പറഞ്ഞിട്ടുണ്ട്. മാസം തോറും ഗർഭിണിയാവുന്നു, അബോട്ടാവുന്നു. ഇതെന്തോന്നിടേ ഇത്? എനിക്ക് പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായി കമന്റ് ചെയ്യും. ഞാൻ പറഞ്ഞതിൽ കഴമ്പുണ്ടോ എന്ന് നിങ്ങൾ ആദ്യം പറഞ്ഞു. അത് ഈ ഒരു സംശയം സ്വാഭാവികമായിട്ടും നമുക്ക് വരത്തില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ അന്വേഷിക്കണ്ടേ? റസൂലണ്ടാ നമുക്ക് വേണ്ടി കാണാം. ജയ് ഹിന്ദ്.